ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കുട്ടിക്കാനത്തിനടുത്ത് അധികം ആൾക്കാർ പോകാത്ത ഒരു സ്ഥലമുണ്ട്, മദാമക്കുളം വാട്ടർഫോൾസ്. ഇങ്ങോട്ട് അധികം ആൾക്കാർ പോകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് എത്താനുള്ള റോഡ് കുറച്ച് ബുദ്ധിമുട്ടി പോകേണ്ട റോഡായതുകൊണ്ടാണ്. വാട്ടർഫോൾസ് അത്രയും ഭംഗിയുള്ളതാണെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ഒരു നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് തരാൻ പറ്റിയൊരു റോഡാണ്. ഇടുക്കിയിലെ കുട്ടിക്കാനത്ത് നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന റൂട്ടിൽ കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലെഫ്റ്റിലേക്കൊരു വഴി വരുന്നുണ്ട്. ഈ ഒരു വഴിയാണ് നമുക്ക് മദാമക്കുളത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെയും വഴികളുണ്ട് മദാമക്കുളത്തേക്ക് വരാനായിട്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാത്താണ്. ഇന്ന് നമ്മൾ ഒരു 4-wheel ഡ്രൈവ് ജീപ്പ് റെൻറ്റിനെടുത്തിട്ട് അതിലാണ് പോകുന്നത്. ഈ ഒരു റോഡ് ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആരെങ്കിലും കാറിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ കാറൊക്കെ ആണെങ്കിൽ, ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ ഇല്ലാത്ത കാറാണെങ്കിൽ അടിഭാഗം തട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി റോഡ് വലിയ കുഴപ്പമില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും റോഡിൻ്റെ സ്വഭാവം നല്ലൊരു ഓഫ് റോഡ് ലെവലിലേക്ക് മാറും. ഓഫ് റോഡ് ബൈക്കേഴ്സ്, ദിസ് ഈസ് യുവർ പ്ലേസ്. എന്ത് സ്ഥലം ആണെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും വീണ്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലും ദയവേത് ഈ സ്ഥലം നശിപ്പിക്കാത്ത രീതിയിൽ ഇത് എൻജോയ് ചെയ്തിട്ട് പോവുക. മുമ്പ് മദാമക്കുളത്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ കണ്ട ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതായത് നേരത്തെ നമുക്ക് മദാമക്കുളത്തേക്ക് ഈ ഒരു റൂട്ട് വഴി വരുമ്പോൾ ഒരു സിംഗിൾ പാത്തായിരുന്നു, വേറെ ഡീവിയേഷൻസ് ഇല്ല, കൺഫ്യൂഷൻസ് ഇല്ല, നേരെ മദാമക്കുളത്തേക്ക് പോകുന്നൊരു പാത്തായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, പല സ്ഥലത്തേക്കും പുതിയ പുതിയ റോഡുകളും മറ്റും വന്നിട്ടുണ്ട്. എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. കുറേ പൈപ്പൊക്കെ ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന കാണാമായിരുന്നല്ലോ. ഈ പൈപ്പെല്ലാം ആക്ച്വലി കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ ദൂരെ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ പോസ്റ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മേ ബി ഇതൊരു റിസോർട്ട് പോലത്തെ സെറ്റപ്പിലേക്ക് മാറുന്നതായിരിക്കാം, അറിയില്ല. എന്തായാലും ഇത്തവണ വന്നപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഭാവിയിൽ ഈ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രിയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എല്ലായ്പ്പോഴും സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് തുറന്ന് കിടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കാണുമ്പോൾ ഒരു ഗേറ്റഡ് ലെവലിലേക്ക് ഇത് മാറാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. എന്തെങ്കിലും ചാൻസ് കിട്ടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്ത് ചവറൊന്നും ഇട്ട് നശിപ്പിക്കാതിരിക്കുക. അഡ്വഞ്ചർ ബൈക്കേഴ്സ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ അങ്ങനെ ഇൻടാക്റ്റായിട്ട് വെച്ചുകൊണ്ട് നിങ്ങളിത് എൻജോയ് ചെയ്യുക. Walking away, your words are lost on me. It's taking ഇതാണ് ഇത്രയും സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മദാമക്കുളം എന്ന വണ്ടർഫുൾ പോണ്ട്. ഈ പേര് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിക്കുന്ന മാഡംസ്, ഓർ നമ്മൾ മലയാളത്തിൽ മദാമ്മമാരെന്ന് പറയുന്ന അവർ കുതിരപ്പുറത്ത് ഈ പാത്തിലൂടെ വന്ന് ഈ കുളത്തിൽ വന്ന് കുളിക്കുമായിരുന്നു പണ്ട്. അങ്ങനെ ഈ പോണ്ടിന് കിട്ടിയ പേരാണ് മദാമക്കുളം അല്ലെങ്കിൽ മാഡംസ് പോണ്ട് എന്നുള്ള പേര്. See if you'll let go of me when you're not holding me. I can see it now. Hey, when I lose, but if I'm gonna lose you, I'm gonna lose it. I'm gonna lose it. I'm like, oh shit, I've been doing this a long time, lost in my head, I don't care, I'm not gonna lose it, I'm not gonna lose this, I'm up all day, all night, we playing our last fight, now in hindsight, I don't care, I'm not gonna lose it. മൺസൂൺ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഫ്ലോ കൂടുതലായിരിക്കും, ആ പോണ്ട് എപ്പോഴും ഫിൽഡായിട്ട് കിടക്കും. നമുക്ക് ആ പോണ്ടിലിറങ്ങി കുളിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ അത് ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ പോണ്ടിൽ നിന്ന് താഴേക്ക് എന്നൊരു നല്ല താഴ്ചയിലേക്ക് പോകുന്ന ഒരു ഫോള് പോലെ ഉണ്ട്. നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ താഴെ വീണ് അപകടം പറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് മാത്രം വരിക. ഇറങ്ങി കുളിക്കുന്നുണ്ടെങ്കിൽ നീന്താൻ അറിയാമെന്നുള്ളവർ മാത്രം ഇറങ്ങുക. ഈ പാറയിൽ തെന്നാണ്ട് സൂക്ഷിക്കുക. സമ്മർ ടൈമിൽ വരികയാണെങ്കിൽ ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രം വരിക. കാരണം ഈ ഒരു വാട്ടർഫോൾ പോണ്ടൊന്നും അപ്പോൾ ഉണ്ടാവില്ല.
myself sometimes. Everything was on the line. Didn't wanna be the one who had to say it. No, I can't rewind the time. Promise I'll put down my pride. Don't look back. സോ ഇന്നത്തേത് മദാമക്കുളത്തിനെ പറ്റിയുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ്സ് അറിയിക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. See you soon. Until then, adios amigos.